സെപ്റ്റംബർ 8-ാം തീയതി പൂജാതനായി. ഗീവർഗീസ് എന്ന മാമോദീസ പേര് ലഭിച്ച തിരുമേനിയുടെ ജീവിതം പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞതായിരുന്നു. താപസവര്യനായ മാർ ഇവാനിയോസ് പിതാവ് 1899 ജനുവരി 9-ാം തീയതി പുലിക്കോട്ട് മാർ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്തായിൽ നിന്നും ഷമ്മാശപ്പട്ടവും 1908 ആഗസ്റ്റ് 15-ന് വട്ടശ്ശേരിയിൽ മാർ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്തായിൽ നിന്നും വൈദിക പട്ടവും സ്വീകരിച്ചു. പുത്തൻപൂർ സമുദായത്തിൽ ആദ്യ ബിരുദം നേടിയ വൈദികനായി മാറിയ അദ്ദേഹം തുടർന്ന് കോട്ടയം LD ഹൈസ്കൂൾ പ്രിൻസിപ്പാളായി സേവനമനുഷ്ഠിച്ചു. 1913 മുതൽ കൽക്കട്ടയിലെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി സേവനം ചെയ്തു. ഈ കാലയളവിൽ സുവിശേഷ പ്രവർത്തനത്തിന് ഏകീകരണം നൽകുന്നതിനായി ആർഷഭാരത സംസ്കാരത്തിന് യോജിച്ച ജീവിതശൈലിയോടും വേഷവിധാനങ്ങളോടും കൂടിയ ഒരു സന്യാസി സമൂഹം ആവശ്യമാണെന്ന് ക്രാന്തദർശിയായ മാർ ഇവാനിയോസ് പിതാവ് മുന്നമേ കണ്ടു. തൽഫലമായി രൂപം കൊണ്ടതാണ് റാന്നി പെരുമാട്ടിലെ മുണ്ടൻമലയിൽ 1919 സ്ഥാപിതമായ ബഥനി ആശ്രമവും 1925 സ്ഥാപിതമായ ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹവും. 1925 ജനുവരി 28-ന് റംബാനായും 1925 മെയ് 1-ാം തീയതി മാർ ഇവാനിയോസ് എന്ന പേരിൽ മെത്രാനായും അദ്ദേഹം അഭിഷിക്തനായി. കുരിശ് സത്യത്തിലൂടെ സാർവത്രിക സഭാ കൂട്ടായ്മയിൽ നിന്ന് വേർപിരിഞ്ഞ പുത്തൻ കൂട്ടുകാർ സത്യസഭയായ കത്തോലിക്ക സഭയിലേക്ക് തിരികെ പ്രവേശിക്കണമെന്ന ആഗ്രഹം മാർ ഇവാനിയോസ് തിരുമേനിയിൽ മുന്നമേ അങ്കുരിച്ചു. പുനരൈക്യ പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ റോമുമായി എഴുത്തുകുത്തുകൾ നടത്തുവാൻ മാർ ഇവാനിയോസ് നിയോഗിതനായി. എന്നാൽ അതിന്റെ പരിസമാപ്തിയിൽ പുനരൈക്യത്തിൽ നിന്ന് ഓർത്തഡോക്സ് സഭ പിന്മാറുകയുണ്ടായി. പൂർണ്ണ സത്യത്തിലേക്കുള്ള മാർ ഇവാനിയോസ് എന്ന തീർത്ഥാടകന്റെ പ്രയാണം മന്ദീഭവിച്ചില്ല. ആബൂമാർ തെയോഫിലോസ്, റവറന്റ് ഫാദർ ജോൺ OIC, ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ഷമ്മാശൻ, ശ്രീ കിളിയിലേക്ക് ചാക്കോ എന്നിവരോടൊപ്പം 1930 സെപ്റ്റംബർ 20-ാം തീയതി കൊല്ലം രൂപതാധ്യക്ഷൻ അഭിവന്യ ബെൻസിഗർ തിരുമേനിയുടെ കൊല്ലം അരമന ചാപ്പലിൽ വെച്ച് പുനരൈക്യം എന്ന ചിരകാല അഭിലാഷം സാധ്യതമായി. ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പുതുയുഗമാണ് അവിടെ പിറന്നത്. പരിശ്രമിച്ച ത്യാഗവര്യനെയാണ് തുടർന്നുള്ള ജീവിതത്തിൽ നാം കാണുക. ആ പുണ്യാത്മാവ് 1953 ജൂലൈ 15-ാം തീയതി തന്റെ നിത്യസമ്മാനം പ്രാപിക്കുവാൻ ദൈവസന്നിധി കൂകിയതിന്റെ ഓർമ്മ തിരുനാൾ ആണ്ടുതോറും മലങ്കര മക്കൾ കൊണ്ടാടുന്നു. 5 ലക്ഷത്തിൽ പരം അംഗബാഹുല്യമുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി മാറിയിരിക്കുന്നു. പൊതുജന സേവനത്തിലൂടെ ശ്രദ്ധേയമായ അനേകം ആതുരാലയങ്ങളും ദേശീയ അംഗീകാരവും നിലവാരവുമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദേശത്തിന്റെ മുഖ്യധാരയിലേക്ക് സാധാരണക്കാരെ കൈപിടിച്ചുയർത്തുന്ന സാമൂഹിക കേന്ദ്രങ്ങളും 1000-ൽ പരം ദൈവാലയങ്ങളും സന്യാസ ഭവനങ്ങളും വഴിയായി സാമൂഹിക പ്രതിബദ്ധതയോടും മതസൗഹാർദ്ദതയിലും വിശ്വാസം പ്രഘോഷിക്കുന്ന സ്വയം ഭരണാധികാരമുള്ള മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്ക ബാവായാൽ നയിക്കപ്പെടുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ സഭൈക്യ പരിശ്രമങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. Memoriam
Amen.